അരുണിന് പണിയില്ല എന്ന് പറഞ്ഞ് ബസ്സിലാരും പണി കൊടുക്കാണ്ട് നിന്ന്. ഒടുക്കം അവൻ ചെയ്തത് കണ്ട നിങ്ങൾ ഞെട്ടും. എന്തരടേ നീ ചെയ്ത്? ഒന്നുകൂടി പ്ലീസ്. നീ എന്നിട്ട് എന്തരടേ ചെയ്ത്? സ്കൂളിലേക്ക് എഴുതുക. സോറി, മറ്റേ മേത്തിരുന്നിട്ടില്ല, മേത്തേക്ക് ഇരുന്നിട്ടല്ലേ. അങ്ങനെ എണ്ണീച്ച കഴിഞ്ഞു. എണ്ണീച്ചതാ. അപ്പൊ ഗൈസ്, ഡ്രൈവർ പണി ആരും കൊടുക്കാത്തോണ്ട് മഴ കൊണ്ടതാ വരുന്ന വഴിക്ക്. അതാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പൊരിഞ്ഞ മഴയാണല്ലോ. അപ്പം ഇന്നത്തെ ഗിവ് അവേ തുടങ്ങി. അരുൺ ഇന്ന് എത്ര തുമ്മി പോയി. ഇതെന്താ സംഭവം എന്നറിയോ? ബസ്സില് ഡ്രൈവറായിട്ടാണല്ലോ പോയത്, ഇന്ന് കണ്ടക്ടറായിട്ടാണ് പോയത്. അപ്പം ഞാൻ അത് വെച്ചിട്ടൊന്ന് കളിയാക്കി വീഡിയോ ഇടണമെന്ന് വിചാരിച്ചാൽ, കാരണം കുറേ ആൾക്കാർ പറഞ്ഞല്ലോ ബസ്സിലെ പണി അവരായിട്ട് കളഞ്ഞൂന്ന്. അന്നപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട്. പക്ഷെ ആശാന് വീഡിയോ എടുക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല. തുമ്മി ഒരു വയ്യായിക്ക്. അപ്പോൾ രാവണം ബസ്സിലെ കണ്ടക്ടറാണ്. എത്ര പേർക്ക് നമ്പർ കൊടുത്തെന്ന് കർത്താവിനല്ലാതെ അറിയാൻ പാടില്ല. കണ്ടോ കണ്ടോ, ഇന്നെ എപ്പോഴും ഇങ്ങനെ കോയിനാട്ടും പോലെ ആട്ടുകയ്യ. നന്നായിക്ക് എന്നെപ്പോഴും അങ്ങനെ. ആച്ചി ഇത് മറ്റേ ഒരു സിനിമയിലില്ലേ, ജയറാമും മറ്റേ വേനൂടിയും പൂ മണപ്പിക്കുന്നത്, അതിലൊക്കെ കഷ്ടാണ് ഗൈസ്. ആച്ചി ഇന്ന് ബസ് കയറിയോലെ അവസ്ഥയിൽ പാവം. ഈ ടിക്കറ്റിന്റെ പുറകെ നമ്പർ ഇത് ഇത്ര ആൾക്ക് കൊടുത്തിട്ടുണ്ടാവുന്നറിയോ? ആച്ചി ഇതില്ലേ, ടാട്ടൻ ഭയങ്കര കാര്യസ്ഥനാ. ഇവനിതൊക്കെ എങ്ങനെ കൂട്ടുന്നാ ഞാൻ നോക്കുന്നത്. സ്കൂളിൽ പോകാത്ത നിനക്ക് ഇങ്ങനെ കൂട്ടാനറിയടേ. അങ്ങനെ ഒരു മനുഷ്യൻ പൈസക്കാരനാവണമെന്നുണ്ടെങ്കിൽ കണ്ടക്ടറായിട്ട് ബസ്സിൽ പോയാൽ മതി. ആവശ്യത്തിലധികം ചില്ലറയും അതിനേക്കാട്ടിലധികം നോട്ടും ഉണ്ടാവും. ഇവന് മറ്റേ പാൻറ്റിൽ ഇട്ട് വരുന്നതാണ്, മറ്റേ മണിച്ചിത്രത്താഴിയിൽ ഇവനുണ്ടല്ലോ സുധീഷ്, ചിലങ്ക ഇട്ട് വരുന്നത്. എനിക്ക് ബാഗില്ല. ഇപ്പോൾ ബാഗ് ഉണ്ടായിരുന്നില്ലേ? ബാഗ് ഉണ്ടാവില്ല, ചില്ലറകളൊക്കെ പോക്കറ്റിലിടുക. എന്നിട്ട് മണിച്ചിത്രത്താഴിയിൽ സുധീഷ് ഉണ്ടല്ലോ, ചിലങ്ക പോക്കറ്റിൽ ഇട്ടിട്ട് നടക്കുക. ആ ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനെയാണ് ചേട്ടായിൻ്റെ വിശേഷങ്ങൾ. 10 രൂപ അടിച്ച് മാറ്റിയാലോ? വേണ്ടല്ലേ, നമ്മൾ നല്ല കുട്ടിയല്ലേ. എനിക്കിത് 100 റുപ്യ തരുമോ? 100 റുപ്യ തരുമോ? നാളെ 50 രൂപ ഒരു 100 റുപ്യ തരുമോ? നമ്മൾ ശശി.